ഇങ്ങോട്ട് നോക്ക്. അടങ്ങിയിരിക്കും. ഹായ് മുടുക്കരായി. ഇതേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളഞ്ഞാൽ മതി. പെങ്കോന്തൻ, ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നവൻ, നട്ടലില്ലാത്തവൻ, തലയുടെ മന്ത്രം മാത്രം കേട്ട് ജീവിക്കുന്നവൻ. നിലവിൽ എന്നെപ്പോലെ ഒരാളെ നാട്ടിലെ ചില മഹത് വ്യക്തികൾ വിളിക്കുന്ന പേര് ഇതൊക്കെയാണ്. പക്ഷേ കൊച്ചി രാജാവ് ദിലീപ് പറയും പോലെ എനിക്കും ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. വീട്ടുകാരും അധ്യാപകരും ഒക്കെ അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഞാൻ അതൊന്നും പാലിക്കാൻ ശ്രമിച്ചിരുന്നില്ല. ആ പറഞ്ഞത് എന്നെ കോളേജ് പഠിപ്പിച്ച എന്റെ സ്വന്തം അധ്യാപകനാണ്. കൂട്ടുകാരുടെ കൂടെ ചേർന്ന് ചെയ്യാത്ത പരിപാടികൾ വളരെ കുറവായിരുന്നു. പഠിച്ചു വാങ്ങിയ ബിരുദത്തിന്റെ പേരിൽ വീട്ടുകാരുടെ കുറ്റം പറച്ചിൽ കേട്ടുമടുത്ത് ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയെങ്കിലും ഒരിക്കൽ പോലും അവിടെ സമയത്ത് പോകുകയോ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുകയോ ചെയ്തിരുന്നില്ല. അവളെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നവൻ. സോറി, ഈ മാനേജർ റൂം എവിടെ? അവളെന്റെ ജീവിതത്തിൽ വന്ന ശേഷം ഞാൻ പതിയെ മാറാൻ തുടങ്ങി, ഞാൻ പോലും അറിയാതെ. ശരിക്കും ഈ ഫേസ് പാക്ക് പോലും എന്റെ മുഖത്ത് ഇന്നേ വരെ ഒരു പൗഡർ പോലും യൂസ് ചെയ്യാത്ത വ്യക്തിയായിരുന്നു ഞാൻ. ഞാൻ മാറിയത് ഞാൻ അറിഞ്ഞില്ലെങ്കിലും എന്റെ വീട്ടുകാരത് മനസ്സിലാക്കി. എന്നെ മാറ്റിയ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഞങ്ങളെ വിവാഹവും നടന്നു. ആ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. അവളെന്നെ നന്നായി നോക്കുന്നുണ്ട്, ഞാൻ അവളെയും. ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ ഡിസിപ്ലിൻ വരാൻ പോവുകയാണ്. ഷീ ഈസ് പ്രഗ്നന്റ്. പറയളിയാ, അടുത്ത മാസം നമ്മൾ തായ്ലൻഡിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടി അടുത്ത വർഷം തായ്ലാൻഡിൽ പോകാൻ പ്ലാൻ ഇട്ടേക്കാം. നിങ്ങൾ പോയിട്ടോ? ഓക്കെ. ഓ ആ വരുന്നുണ്ട്. എൻ്റെ വന്നു ഭയങ്കര പെൺകോന്തനായി കേട്ടോ. എന്നാ പിന്നെ നമുക്ക് പോയി ആ മീൻകറി അങ്ങ് വെച്ചാലോ? ഓക്കെ, ടാറ്റാ.